ഇന്നലെ മുതൽ ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഹാൻഡിലുകളിലും ഒരു വൈദികനും സ്ത്രീയും തമ്മിലുള്ള അശ്ലീല മൊബൈൽ ഫോൺ സംഭാഷണം വൈറലാകുന്നു. യാക്കോബായക്കാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പടി കൂടി കടന്ന് ആ വൈദികന്റെ ഫോട്ടോയും വെച്ച് സന്ദേശം പ്രചരിക്കുന്നു. അവർ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈദികൻ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഭദ്രാസന അധിപന് ഉപദേശം കൊടുക്കുന്ന കൗൺസിൽ അംഗമാണ് എന്നാണ്. അതായത് തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ ചുമതല വഹിക്കുന്ന കാതോലിക്ക ബാവയ്ക്ക് ഉപദേശം കൊടുക്കുന്ന കൗൺസിൽ അംഗം. പ്രചരിക്കുന്ന സംഭാഷണം കേട്ടിട്ട് ഈ വൈദികൻ ഇത്തരത്തിലുള്ള ആളാണോ എന്നാണ് പലരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. അത് കേട്ട പലർക്കും എനിക്കുൾപ്പെടെ അതിശയമാണ് തോന്നിയത്. ശുശ്രൂഷയിൽ ഇരുന്ന പള്ളികളിലെല്ലാം ഇത്തരത്തിലുള്ള വികൃതികൾ കാണിച്ചിട്ടുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വൈദികനെ ഇനിയും ശുശ്രൂഷയിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് സഭാ നേതൃത്വം തീരുമാനമെടുക്കണം. സഭയെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുന്ന, തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ഇതുപോലുള്ള വൈദികരെ മാറ്റി നിർത്തണം. വികാരി സ്ഥാനത്ത് നിന്നും മാത്രമല്ല, ഭദ്രാസന കൗൺസിലിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തണം. ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കരുത്. ഇത് മറ്റു വൈദികർക്കൊരു പാഠമായിരിക്കണം. പിന്നെ ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ ചില്ലറയൊന്നുമല്ല ഈ വൈദികനും കൂട്ടരും വിഷമിപ്പിക്കുകയും കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്തത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇനിയും പല വിക്കറ്റുകളും ആടിയാടി നിൽപ്പുണ്ട്. എപ്പോഴാണ് വീഴുന്നതെന്ന് കാത്തിരുന്നു കാണാം. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർ ആ വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള തിരുമേനിയുടെ മുന്നിൽ പോയി കുമ്പസാരിക്കുക. ചില അടയാളങ്ങൾ നമുക്ക് ദൈവം കാണിച്ചു തരുന്നത് ചെയ്ത പാപം കഴുകിക്കളയാനും പശ്ചാത്തപിക്കുവാനുമാണ്. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ.